ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി കൂമ്പുതോരനാണ്. നിങ്ങൾ കൂമ്പുതോരൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? അപ്പോൾ കൂമ്പുതോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കൂമ്പുതോരന് വേണ്ടി നമുക്ക് കൂമ്പ് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതേ രീതിയിലാണ് കൊത്തി അരിഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ കൊത്തി കൊത്തി ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. കൂമ്പ് നമ്മൾ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിരുമ്മി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ. ഇതിലെ കറ പോകാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ തിരുമ്മി വയ്ക്കുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൂമ്പ് അരിഞ്ഞ് നമ്മൾ എണ്ണ തിരുമ്മി വെച്ചിരുന്നതാണ്. അതിലേക്ക് നമുക്ക് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ വെച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ചേർത്ത് കൊടുക്കാം. കൂമ്പ് തോരന് വേണ്ടിയുള്ള പരിപ്പ് നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പകുതി വേവാണ് വേണ്ടത്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിച്ചെടുക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കൂമ്പ് തോരന് ആവശ്യമായുള്ള 50 ഗ്രാം തേങ്ങ ചിരകിയതും ഒരു 2 വെളുത്തുള്ളി ചതച്ചും എടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഏകദേശമൊക്കെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും അരിഞ്ഞു വെച്ച കൂമ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊത്തി വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിക്കണം. ഇനി നന്നായിട്ട് കൂമ്പാരം കൂട്ടി ഇങ്ങനെ വെക്കുക. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് വേവിക്കണം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ആവി കയറ്റാം. തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. കൂമ്പും പരിപ്പും എല്ലാം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ കൂമ്പ് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും കൂമ്പ് തോരൻ തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നിടം വരേക്കും വണക്കം. താങ്ക് യു.